MLA-മാർ കൂടുതൽ സജീവമാകണമെന്ന് LDF പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലർ വീണ്ടും സ്ഥാനാർത്ഥികളാകും, ചിലർ സ്ഥാനാർത്ഥികളാകില്ല. അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു? എല്ലാ നിയമസഭാ സമ്മേളനത്തിന്റെയും ആദ്യ ദിനം സഭ പിരിഞ്ഞ ശേഷം ഒരു പാർലമെന്ററി പാർട്ടി യോഗം നടക്കും. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇടതുപക്ഷത്തെ MLA-മാരും മന്ത്രിമാരും എല്ലാവരുമാണ്. ഇന്ന് മുഖ്യമന്ത്രി ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. MLA-മാർ എല്ലാ മണ്ഡലങ്ങളിലും സജീവമാകണം, സജീവമായി തന്നെ പ്രവർത്തിക്കണം. MLA-മാർ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ ആന്റണി രാജു അടക്കമുള്ള ആൾക്കാർ ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. അവിടെയൊക്കെ പാർട്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തും. മാത്രമല്ല MLA-മാർ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സജീവമാകണം, വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടുതൽ സജീവമാകണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. അതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ട്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഇരിക്കുന്നവരിൽ ചിലർ സ്ഥാനാർത്ഥികളാകും, ചിലർ സ്ഥാനാർത്ഥികളാവില്ല. അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നണി എന്ന തലത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഒരു 60 ദിവസമോ 70 ദിവസമോ ഉണ്ടാകും ബാക്കി വിജ്ഞാപനം വരാൻ വേണ്ടി. ഇത്രയും ദിവസങ്ങൾ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് ആ നിർണായകമായ ദിനങ്ങളിൽ നിർണായകമായ ഇടപെടലുകൾ MLA-മാരുടെ ഭാഗത്ത് നിന്ന് വേണം എന്നാണ് മുഖ്യമന്ത്രി ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞത്. സേഫ് സെയിൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.